ബി.ജെ.പിയുടെ തിരുവനന്തപുരം സീറ്റിൽ മാറ്റം ആലോചിച്ച് ബി.ജെ.പി നടൻ കൃഷ്ണകുമാറിന്റെ പേര് പരിഗണനയിൽ വരികയാണ്. എൽ.ഡി.എഫ് നടൻ സുധീർ കരമനയെ മത്സരിപ്പിക്കുന്നതിനാലാണ് ബി.ജെ.പി മാറ്റം ആലോചിക്കുന്നത്. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പേരിന് പകരമാണ് കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു വരുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, അല്പസമയം മുൻപ് കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കുടുംബത്തോടൊപ്പം സന്ദർശിച്ചുള്ള ഫോട്ടോയും ഒരു കുറിപ്പൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ഇങ്ങനൊരു വാർത്ത കൂടി വരുന്നത്. ഏകദേശം ധാരണയായിട്ടുണ്ടോ കൃഷ്ണകുമാർ എത്തുമോ തിരുവനന്തപുരത്ത്? അക്ഷയ, ചില നാടകീയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ വൈകിട്ടാണ് LDF നടൻ സുധീർ കരമനയുടെ പേരിലേക്ക് എത്തുന്നത്. അതിന് പിന്നാലെയാണ് അതുവരെ ബി.ജെ.പി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ പേരാണ് തിരുവനന്തപുരത്ത് ബി.ജെ.പി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ കൃഷ്ണകുമാർ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ ഇട്ടത് മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ മക്കൾ 4 പേരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇന്നിപ്പോൾ അഹാനയെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നതിലും ഇന്ന് ദിസ് മോർണിംഗ് വിൽ റിമെയിൻ ഡീപ്ലി സ്പെഷ്യൽ എന്നതാണ്. അപ്പോൾ അതിൽ വിശദമായി തന്നെ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച, കുടുംബങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും അച്ഛന്റെ പ്രവർത്തനത്തിലൂടെ പ്രവർത്തന മികവിലൂടെ തങ്ങൾക്ക് കിട്ടിയ ഊഷ്മളമായ സ്വീകാര്യതയെക്കുറിച്ചൊക്കെ ഈ മക്കളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുമുണ്ട്. അപ്പൊ എന്തായാലും ഇതെല്ലാം ചേർത്ത് വായിക്കുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ബി.ജെ.പി കേന്ദ്രങ്ങളുമായി സംസാരിക്കുമ്പോൾ മാറ്റം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നടൻ കൃഷ്ണകുമാറിന്റെ പേര് പരിഗണനയിൽ വന്നു, ഒരു ചില നീക്കങ്ങളിലൂടെ വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും നടൻ കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ 2021 തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്നു. ഇതേ മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് കൃഷ്ണകുമാർ 36,000-ഓളം വോട്ട് നേടിയതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ബി.ജെ.പിക്ക് ആ സ്ഥാനത്തേക്ക് കൃഷ്ണകുമാറിനെ പരിഗണിക്കുന്നതിൽ നേരത്തെ തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിച്ച ആൾ എന്ന ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന പേര്, മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്ന പേര് സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ പേരാണ്. കാരണം 2 ഘടകകക്ഷികളാണ്. നേരത്തെ ഘടകകക്ഷികൾക്കാണ് LDF-ഉം UDF-ഉം ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റാണ്. അതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ആകാതായതോടെയാണ് ആ സീറ്റ് ഇതിപ്പോൾ സുധീർ കരമനയ്ക്ക് നൽകിക്കൊണ്ട് തീരുമാനിച്ചത്. അപ്പോൾ ഒരു സിനിമാ രംഗത്തു നിന്നുള്ള ഒരാളെ LDF മത്സരിപ്പിക്കുമ്പോൾ സിനിമാ രംഗത്തു നിന്നുള്ള നടൻ കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുന്നതിനുള്ള ആലോചന വന്നത് അങ്ങനെയാണ്. മാത്രമല്ല കൃഷ്ണകുമാർ പ്രധാനമന്ത്രിയെ കണ്ടു, ഇപ്പൊ ഇന്ന് തന്നെ കണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മകളെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോയും അതിനൊപ്പം തന്നെ ദൈവികം ഈ ബന്ധം ലോക നേതാക്കൾ പോലും ആദരവോടെ ഉറ്റുനോക്കുന്ന ഭാരതത്തിന്റെ പ്രിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കുടുംബസമേതം നേരിൽ കാണാൻ സാധിച്ചതും അദ്ദേഹവുമായി സമയം ചെലവഴിക്കാൻ സാധിച്ചതും പുണ്യമായി കരുതുന്നു. ഭാരതത്തിന്റെ ഈ കർമ്മയോഗിക്ക് സർവേശ്വരൻ ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ് എന്നുള്ള പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത്. നേരത്തെ പ്രശാന്ത്, കൃഷ്ണകുമാറിന് സീറ്റില്ല എന്നുള്ള തരത്തിൽ, അതായത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുമെന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. പിന്നാലെയാണ് ഈ അവസാന നിമിഷം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തീർച്ചയായും ഇന്ന് ബി.ജെ.പിക്ക് ഈ പേരിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അന്തിമമായും പട്ടിക ഇന്നിപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. അതും കൃഷ്ണകുമാർ ഡൽഹിയിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഡൽഹി വഴിയുള്ള ഒരു നീക്കം അതിലുണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ഈ ഘട്ടത്തിൽ ഇന്നലെ വൈകിട്ട് വരെ ഇല്ലാതിരുന്നൊരു പേര് ഇന്നിപ്പോൾ വരാൻ സാധ്യത തീരെയില്ല. പ്രത്യേകിച്ചും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടതും ആഗ്രഹിച്ചതും വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്നാണ്. അത് നടൻ കൃഷ്ണകുമാർ നമ്മോട് തന്നെയാണ്, മാതൃഭൂമി ന്യൂസിൽ തന്നെയാണ് അക്കാര്യം പറയുകയും ചെയ്തത്. എന്തായാലും കരമന ജയിലിൽ തട്ടി നിന്ന് അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിരുന്ന അവസരത്തിലാണ് ഇപ്പോൾ നടൻ കൃഷ്ണകുമാറിന്റെ പേര് കൂടി വരുന്നത്. അത് ആ പേരിലേക്ക് എത്തിയാലും അല്ലെങ്കിൽ അന്തിമമായി ആ പേരിന് അംഗീകാരം കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതിന്റെ ചില സൂചനകളായിരിക്കാം. കൃഷ്ണകുമാർ തന്നെ പകരുകയും മക്കളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ അല്ലെങ്കിൽ അവരുടെ അച്ഛന് കിട്ടിയ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് കിട്ടിയിരിക്കുന്ന ഈ പാർട്ടിയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരം എന്ന മട്ടിലുള്ള അംഗീകാരവും ആ അംഗീകാരമാണ് തങ്ങൾക്ക് അവിടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ കിട്ടിയത് എന്ന ഒരു വിശേഷണവും എല്ലാം നടത്തിയതിലൂടെ തന്നെ ഒരു മാറ്റത്തിന്റെ ഒരു സൂചന എവിടെ ഉണ്ട്
എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുവരെ തീരുമാനം അന്തിമമായി ഉണ്ടായിട്ടില്ല. മാറ്റത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല എന്നാണ് അല്പം മുൻപ് നമ്മൾ സംസാരിക്കുമ്പോൾ BJP കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് തീരുമാനം വരേണ്ടത് ഡൽഹിയിൽ നിന്നാണ്. കാരണം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു ലിസ്റ്റ് പോയാലും അന്തിമമായി BJPയുടെ പാർലമെന്ററി ബോർഡാണ് ആ പേര് അംഗീകരിക്കേണ്ടത്. ആ പേര് കേന്ദ്ര പാർലമെന്ററി ബോർഡ് ഇനി അങ്ങനെ ഒരു തീരുമാനം നടൻ കൃഷ്ണകുമാർ മത്സരിക്കട്ടെ, കഴിഞ്ഞ വനിതാ സ്ഥാനാർത്ഥിയാണ് 2021 അതും കുറഞ്ഞ വോട്ടൊന്നുമല്ല, 36,000 വോട്ട് നേടി. ഇപ്പം 2016 ക്രിക്കറ്റ് താരം ശ്രീശാന്ത് മത്സരിച്ചപ്പോൾ 40,000-ലധികം വോട്ട് ലഭിച്ചതാണ്. അത്രയോളം പിടിച്ചില്ലെങ്കിൽ പോലും നടൻ കൃഷ്ണകുമാർ 2021 നല്ല പ്രകടനം കാഴ്ചവെച്ച് അല്ലെങ്കിൽ നല്ല വോട്ട് നേടിയ മണ്ഡലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ BJP കേന്ദ്ര നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു പേര് ഉയർന്നു വരാനും കാരണം പ്രത്യേകിച്ചും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികയെല്ലാം സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ സമർപ്പിക്കുന്ന ഈ അവസരത്തിൽ BJP ഇന്നത്തെ ദിവസം കൊണ്ട് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനിരിക്കെ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ പേര് സജീവമായി തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ്.